guys, welcome back to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 12th കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഇനി ഫാർമസി ബേസിൽ ഒരു കരിയർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന കോഴ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് അധികം പറഞ്ഞ് വലിപ്പിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നിങ്ങൾ എന്തിനാണ് ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന കോഴ്സ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇതിന് പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് തന്നെ വെറും 2 വർഷം 3 മാസം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ആൻഡ് സെക്കൻഡ് റീസൺ, ഇതിന് ബി ഫാമിന്റെ അത്ര സിലബസ് വാസ്റ്റ് ആയിട്ട് പഠിക്കാനില്ല. എങ്കിൽ പോലും ബി ഫാമിന് കിട്ടുന്ന അതേ സ്കോപ്പും വാല്യൂയും തന്നെ കേരളത്തിൽ നിലവിൽ ഡി ഫാമിനും കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ, ഫീസ്. വളരെ കുറച്ച് ഫീസാണ് ബി ഫാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡി ഫാമിനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. സോ ഈ 3 കാര്യങ്ങൾ തന്നെ ഏറ്റവും വലിയൊരു റീസൺ തന്നെയാണ് ഡിപ്ലോമ ഇൻ ഫാർമസി എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇനി നമ്മൾ കോഴ്സിലോട്ട് ഡീപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ PCA 2021 എഡ്യൂക്കേഷൻ പരമായിട്ട് കുറച്ച് റെഗുലേഷൻസ് ഡിപ്ലോമ ഇൻ ഫാർമസി പ്രോഗ്രാമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. PCA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഇവരാണ് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെയും ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആളുകൾ. സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2021 മുതൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ഇയർ 5 സബ്ജക്റ്റും സെക്കൻഡ് ഇയർ 6 സബ്ജക്ട്സും ആണ് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ തന്നെ 5 സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോഗ്നസി, സോഷ്യൽ ഫാർമസി, ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്നിങ്ങനെ 5 സബ്ജക്ട്സ് ആണ്. ഇതിന് 5നും പ്രാക്ടിക്കലും കൂടി ഉണ്ട് ഫസ്റ്റ് ഇയറിൽ. ഈ 5 സബ്ജക്റ്റിൽ 2ൽ കൂടുതൽ സബ്ജക്റ്റിൽ നിങ്ങൾ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് പ്രൊമോഷൻ കിട്ടുന്നതല്ല. ഈ 2 സബ്ജക്റ്റിൽ അല്ലെങ്കിൽ കൂടുതൽ സബ്ജക്റ്റിൽ നിങ്ങൾ എന്ന് ക്ലിയർ ചെയ്യുന്നു, അതായത് എത്ര വർഷം എടുത്തിട്ടായാലും നിങ്ങൾ ആ സപ്ലി ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഈ വർഷം നിങ്ങൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷവും ഇത് പഠിക്കുക, അടുത്ത വർഷത്തെ ജൂനിയേഴ്സിൻ്റെ ഒപ്പം നിങ്ങൾ ഇരുന്ന് എക്സാം എഴുതാം. എന്നിട്ടും കിട്ടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത വർഷമുള്ള സബ് ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് എക്സാം എഴുതാം. അങ്ങനെ ഒരു പരിപാടിയാണ്. ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും ഫാർമസി കോഴ്സിന്റെ നിലവാരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ന്യായീകരണം എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഇയറിലെ 5 സബ്ജക്ട്സും പാസ്സായി നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് 6 സബ്ജക്ട്സ് ആണുള്ളത്. അതിൽ 5 പ്രാക്ടിക്കൽസും. ഇത് ഏതൊക്കെയാണ് സബ്ജക്ട്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാർമക്കോ തെറാപ്യൂട്ടിക്സ്, കമ്മ്യൂണിറ്റി ഫാർമസി ആൻഡ് മാനേജ്മെന്റ്, ഫാർമക്കോളജി, ബയോകെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പെത്തോളജി, ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി, ഒപ്പം ഫാർമസി ലോ ആൻഡ് എത്തിക്സ്. ഈ 6 സബ്ജക്റ്റിൽ ഫാർമസി ലോ ആൻഡ് എത്തിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്ട്സിനും പ്രാക്ടിക്കൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഫസ്റ്റ് ഇയറിന് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയർ ആണ് കുറച്ചും കൂടെ ടഫ് എന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഇയറിലും ഒരുപാട് ഫെയിലിയേഴ്സ് വരാറുണ്ട്. സോ ഈ 3 വർഷമേ ആയിട്ടുള്ളൂ സിലബസ് മാറിയിട്ട്. ഇപ്പൊ സിലബസ് മാറിയതിന് ശേഷമുള്ള 3ാമത്തെ ബാച്ചാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾ ഈ വർഷം ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4ാമത്തെ ബാച്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും സിലബസ് മാറുമ്പോൾ ഇപ്പൊ നിങ്ങളാണ് സിലബസ് മാറിയിട്ടുള്ള ബാച്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് സിമ്പിൾ ആയിരിക്കാം. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന ജൂനിയേഴ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. കാരണം ഓരോ വർഷം ആകുമ്പോഴേക്കും ആ ഒരു സിലബസ് പഠിച്ച് ടീച്ചേഴ്സും നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്. അതുപോലെ കുട്ടികൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും വർഷങ്ങൾ കഴിയും തോറും കാണാനായിട്ട് പോകുക. അതല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും ഫാർമസി, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ ലെവൽ കൂടി വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സോ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ആയിട്ട് ഈ സിലബസ് മാറിയതിനു ശേഷം എക്സാം എഴുതാൻ പോകുന്നത് ഈ വർഷത്തെ സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സെക്കൻഡ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് കഴിയില്ല. ഓക്കെ, സോ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇയറിന്റെ യൂണിവേഴ്സിറ്റി എക്സാമിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് പല ക്വസ്റ്റ്യൻസും വളരെ ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ്. നോർമൽ ആയിട്ടുള്ള ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു #ന് നീതി പുലർത്താത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നാണ് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, ഫീസിന്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള കോളേജിൽ മെറിറ്റ് ബേസിലാണ് നിങ്ങൾ കയറുന്നതെന്നുണ്ടെങ്കിൽ 50,000 റുപ്പീസ് മതി ഒരു വർഷം പഠിക്കാനായിട്ട്. സെക്കൻഡ് ഇയറിലും 50,000 റുപ്പീസ് ആണ്. ഇതല്ലാതെ ബുക്സിനും നിങ്ങളുടെ യൂണിഫോമിനും ലാബ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇത് അത്യാവശ്യം ഒരു കുറവുള്ള ഫീസാണ്. കാരണം മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിന്റെ ഡിപ്ലോമയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75,000 മുതൽ 90,000 റുപ്പീസ് വരെയൊക്കെ ചാർജ് ചെയ്യുന്ന ഓരോ കോഴ്സുകളുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഫാർമസിയുടെ കോഴ്സിന് ഇത്ര
വരുന്നു എന്നുള്ളത് വളരെ ചീപ്പായിട്ടുള്ള, അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു മറ്റു കാര്യമാണ് എക്സിറ്റ് എക്സാം. യെസ്, എക്സിറ്റ് എക്സാം ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഈ വർഷം സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റും കൂടിയിട്ട് PSI പുറത്ത് വിട്ടിട്ടുണ്ട്. എക്സിറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയറിലെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി കഴിഞ്ഞ ആളുകൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും സിലബസ് ആയിരിക്കുമോ, ഏതൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും, അതിനുള്ള സിലബസ് പ്രത്യേകിച്ച് പുറത്തിറക്കുമോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഇപ്പോഴുള്ളൊരു നോളേജ് പ്രകാരം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമ്മൾ പഠിക്കുന്ന സിലബസിന്റെ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഒരു 100 മാർക്കിനൊക്കെ ആയിരിക്കാം, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കും. അതൊരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എഴുതുന്നു, കൊടുക്കുന്നു. അതിൽ പാസ്സാവാനായിട്ട് അവർ ഇത്ര പെർസെൻറ്റേജ്, ചിലപ്പോൾ 40% ആയിരിക്കാം പറയുന്നത്, അത്രയും മാർക്ക് വാങ്ങിക്കുന്ന ആളുകൾക്ക് മാത്രമേ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഫസ്റ്റ് ഇയറിലെ യൂണിവേഴ്സിറ്റി എഴുതി പാസ്സായി, സെക്കൻഡ് ഇയറിലെ യൂണിവേഴ്സിറ്റി എഴുതുന്നു, പാസ്സാവുന്നു, ഇതാ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിക്കോളൂ, അങ്ങനെയല്ല ഈ വർഷം മുതൽ. സോ എക്സിറ്റ് എക്സാം വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിപരമായിട്ട് കുറച്ചും കൂടെ ഹൈ ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഫാർമസിസ്റ്റ് ആവാൻ കഴിയൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇനി ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നുള്ളൂ എന്നാണ് PCIയുടെ പുതിയ തീരുമാനം. നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്നൊരു ലൈസൻസ് എടുത്തിട്ട് ഫാർമസി തുടങ്ങണം എന്നുള്ളൊരു താല്പര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ സാഡായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. പക്ഷേ എക്സിറ്റ് എക്സാം വലിയ രീതിക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും കുട്ടികൾ പഠിച്ചെഴുതുമ്പോൾ അതിൽ ഒരുപാട് പേര് ഫെയിലാക്കി കഴിഞ്ഞാൽ ഫാർമസി എന്ന് പറയുന്ന ഒരു ഫീൽഡിന് തന്നെ അതൊരു വലിയൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സിറ്റ് എക്സാം വളരെ സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. സോ ഒരു ഫസ്റ്റ് ബാച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആയിരിക്കും ആ എക്സാം വരിക എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇതല്ലാതെയുള്ള പല മെഡിക്കൽ കോഴ്സസിനും എക്സിറ്റ് എക്സാംസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫാർമസിയുടെ ഒരു ലെവൽ കൂടിയത് കൊണ്ട് തന്നെ ഫാർമസി, ഡിപ്ലോമ ഇൻ ഫാർമസിയിൽ ഈ വർഷം മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. ആൻഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ കോഴ്സ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു കോഴ്സാണ്. പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റും പഠിക്കാനായിട്ടുള്ള ആഗ്രഹവും ഉള്ളവർക്ക് തീർച്ചയായിട്ടും നന്നായി പഠിച്ച് റാങ്ക് വാങ്ങിക്കാൻ പറ്റും. അതല്ലാതെ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ക്ലാസ്സിൽ കേൾക്കുന്നതും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എഴുതി പാസ്സാവാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നൊന്നും അല്ല. എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. ഇത് മാത്രമല്ലാതെ ഈ DPharmന്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LBS സെന്റർ വഴിയാണ് ഇതിന്റെ അഡ്മിഷൻ നടക്കുന്നത്. ഗൂഗിളിൽ പോയി ജസ്റ്റ് LBS എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒരു സൈറ്റ് വരും. അത് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയറിന്റെ കാര്യങ്ങളൊക്കെയാണ്. ആ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ DPharm ഉൾപ്പെടെയുള്ള ഡിപ്ലോമ കോഴ്സുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സും അതുപോലെ മറ്റ് BSc ലൈക്ക് മെഡിക്കൽ ആയിട്ടുള്ള നഴ്സിംഗ് ആയിക്കോട്ടെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിന്റെ വേറൊരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തുടർന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയാണ് അതിന്റെ അഡ്മിഷൻ പ്രോസസ്സ്. കേരളത്തിൽ നിലവിൽ 8-9ഓളം ഗവൺമെന്റ് കോളേജസിലാണ് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ഇത് തന്നെ പല മെഡിക്കൽ കോളേജാണ്. ഗവൺമെന്റിൽ എന്ന് പറയുമ്പോൾ എത്ര തന്നെ ഫീസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ആൻഡ് വളരെ വളരെ കുറവായിട്ടുള്ള ഫീസുകളായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഡിപ്ലോമ ഇൻ ഫാർമസിയിൽ നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന കോഴ്സ്. മറ്റ് ഡിപ്ലോമ ഇൻ പാരാമെഡിക്കൽ കോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള, ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്കും കൂടി തിരിയാനായിട്ട് കഴിയുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഫാർമസി. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു കോഴ്സാണ്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ചോയ്സ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ.